ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ മറവിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നീക്കത്തിന് പാകിസ്ഥാൻ മുതിർന്നാൽ തിരിച്ചടി ഇത്തവണ മുൻപത്തെക്കാൾ കടുത്തതായിരിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കർശന മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ മുതലെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി ചരിത്രത്തിലില്ലാത്ത വിധം നിർണായകമായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നടന്ന സൈനിക് സമ്മാൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ അയൽക്കാർ എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ ഇന്ത്യയുടെ പ്രതികരണം സമാനതകളില്ലാത്തതും നിർണായകവുമായിരിക്കും എന്നാണ് രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ഒരു സൂചനയും അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ നൽകി. 2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ ലഷ്കർ ഭീകരർ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഇന്നും മറന്നിട്ടില്ല. വെറും 22 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ അന്ന് ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. 3 ദിവസം നീണ്ടുനിന്ന ആ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ ഉള്ളിലെ 9 ഭീകര ക്യാമ്പുകളും പ്രധാന സൈനിക താവളങ്ങളും ഇന്ത്യ തകർത്തു. ഇതിൽ പലതും ഇപ്പോഴും അറ്റകുറ്റപ്പണിയിലാണ്. ഒടുവിൽ മെയ് 10 പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചതോടെയാണ് അന്ന് പോരാട്ടം അവസാനിച്ചത്. ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്ക് ആയാലും പുൽവാമയ്ക്ക് ശേഷമുള്ള വ്യോമാക്രമണമായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആയാലും ഭീകരതയ്ക്ക് ശക്തമായിട്ടുള്ള പ്രഹരമാണ് നമ്മൾ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇറാൻ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിൽ നിന്നുള്ള നാണക്കേടും ശ്രദ്ധയും ഒക്കെ തിരിച്ചുവിടാൻ വേണ്ടി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ പദ്ധതിയിടുന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ച സമയത്ത് അന്ന് തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാർ കാരണം ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് ഒഴിവാക്കാനുള്ള പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ഒരു തന്ത്രമായാണ് വിദഗ്ധർ ഇതിനെ കാണുന്നത്. സൗദി അറേബ്യ ഇറാൻ യുദ്ധത്തിൽ പങ്കുചേർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനും അതിൽ ഇടപെടേണ്ടി വരും. സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് അത് താങ്ങാനാകില്ല. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളെ ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഏത് നിമിഷവും എന്ത് പ്രകോപനം ഉണ്ടായാലും അതിനെ നേരിടാനും പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകാനും ഇന്ത്യ സജ്ജമാണ് എന്നതാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് കേന്ദ്രം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.